ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇന്നലത്തെ നടന്ന ഒരു സംഭവം, മംഗലയിലെ മിന്നൽ ദുരന്തത്തിൽ അകപ്പെട്ട് 4 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. 3 കുട്ടികൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ് കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ഒരു 16, 17, 18 വയസ്സ് പ്രായം മാത്രമുള്ള കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. 4 കുട്ടികളാണ്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് നമ്മളെ തേടി എത്തിയിരിക്കുന്നത്. അതും വ്യൂ പോയിൻറ്റിൽ പോയതാണ്. പന്തളമല കുരങ്ങൻചോല വ്യൂ പോയിൻ്റ് എന്ന സ്ഥലത്ത് കാറ്റുകൊള്ളാൻ പോയ കുട്ടികളാണ്. കാറ്റുകൊണ്ട് കളിച്ച് ചിരിച്ച് കൂട്ടുകാരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മഴ സമയത്തായിരുന്നു ഈ മിന്നലിൽ തന്നെ ഒരു കുട്ടി തെറിച്ച് പാറക്കെട്ടുകളുടെ അടിയിൽ പോയിരുന്നു. നമുക്ക് അവിടെ നിന്ന് 6 കുട്ടികളെയാണ് അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. 2 കുട്ടികൾ അവിടെ തന്നെ മരിച്ചു പോയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ 4 കുട്ടികളും മരിച്ചിരുന്നു. 2 കുട്ടികളായിരുന്നു രക്ഷപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ കൂടി സംസാരിച്ചപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ 7 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അവിടെ ഒരു തിരച്ചിൽ നടത്തി പാറക്കെട്ടിൻ്റെ അടിയിൽ നിന്ന് ഒരു കുട്ടിയെ കൂടെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 7 കുട്ടികളാണ്. 4 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കേൾക്കുന്നത്. അവിടുത്തെ പ്രദേശവാസികളെല്ലാം പറയുന്നുണ്ട് ഇതിനു മുമ്പും പ്രദേശത്ത് ഇതുപോലെ ഇടിമിന്നൽ വന്നിട്ടുണ്ടെന്നും ഏകദേശം 12 ഒക്കെ മിന്നലേറ്റ് നശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഈ മഴ സമയത്ത് വ്യൂ പോയിൻറ്റിലേക്ക് പോകാത്ത രീതിക്ക്, ഇനി ആൾക്കാരുടെ സന്ദർശനം വരാത്ത രീതിക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ നല്ല നടപടി എടുക്കണമെന്നാണ് അവരുടെ സംസാരം. അവിടെ ഒരു ബോർഡ് വയ്ക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും അതങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇനിയും ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു മിന്നൽ ഇതുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക തന്നെ വേണം. എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും ഈ കുട്ടികൾ കണ്ടിട്ടുണ്ടാവുക, എന്തൊക്കെ ആയിരിക്കും അവരുടെ വിദ്യാഭ്യാസം എല്ലാം പോയി. വീട്ടുകാരുടെ മനസ്സിലെ വേദനകൾ, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ എല്ലാവരും ഒരേ പരിസരവാസികളാണ് കേട്ടോ ഇവരെല്ലാവരും. അതിലൊരു കുട്ടി ട്വിൻസായിരുന്നു. അതിലൊരു കുട്ടിയാണ് മരിച്ചത്. സഹോദരനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി ഹോസ്പിറ്റലിൽ, കുട്ടിയെ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു ഇതുവരെ. അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നലെ അപകടം നടന്ന സ്ഥലം. അപ്പോൾ അവിടെ തെരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാരുടെ ഒരു സഞ്ചാരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാറക്കെട്ടിൻ്റെ അടിയിലെ താഴെയാണ് ഒരു കുട്ടി തെറിച്ച് പോയത്. ഇവിടെ അവർ വന്നിരുന്ന ചെരുപ്പുകളാണ്, ആ കുട്ടികളുടെ ചെരുപ്പുകളാണ് ഇവിടെ കിടക്കുന്നത്. ആ മഴ സമയത്ത് ഈ മരത്തിൻ്റെ മുകളിലാണ് അവർ വന്ന് മാറി നിന്ന്. ആ സമയത്തായിരുന്നു ഈ മിന്നൽ ഏൽക്കുന്നതും ഒരു കുട്ടി ഇതിൽ പാറക്കെട്ടിൻ്റെ ഇടയിൽ തെറിച്ച് പോയതും. മറ്റു കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തെറിച്ച് ഇവിടെ തന്നെ കിടക്കുമായിരുന്നു. നല്ല പൊള്ളലായിരുന്നു. ശരീരം മൊത്തം ആകമ്പാടെ നല്ല പൊള്ളലേറ്റ് ഇരിക്കുമായിരുന്നെന്നാണ് ഡോക്ടറിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. എന്തായാലും കുട്ടികൾ വന്ന് ഇവിടെ ഇരുന്ന് സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് വന്ന കുട്ടികളാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കേൾക്കാൻ ഇടയായത്. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഓരോരുത്തരെയും നമ്മൾ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടല്ലോ. നിങ്ങളും വളരെയധികം സൂക്ഷിക്കുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ബൈ.